എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മിക്സഡ് ദാൽ കിച്ചടി. സാധാരണ നമ്മൾ മൂങ് ദാലൊക്കെ വെച്ചിട്ട് കിച്ചടി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മിക്സഡ് ദാൽ വെച്ചിട്ടാണ്. മിക്സഡ് ദാലും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കിച്ചടിയാണ്. സ്പെഷ്യലി കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. കിച്ചടിക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് മിക്സഡ് ദാലാണ് ഞാൻ എടുത്തത്. അപ്പോൾ മിക്സഡ് ദാൽ ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ പരിപ്പും കുറച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ളത് എന്തൊക്കെയാ വെച്ചാൽ ചെറുപയർ പരിപ്പുണ്ട്, സാമ്പാർ പരിപ്പുണ്ട്, പിന്നെ തൊലിയുള്ള ചെറുപയർ പരിപ്പ്, തൊലിയുള്ള ഉഴുന്ന് പരിപ്പ്, മസൂർ ദാൽ എന്ന് പറയുന്ന ചുവന്ന കളറിലുള്ള പരിപ്പാണ്. ഞാൻ ദാലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പുതിർത്തി വെക്കുകയാണ്. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദാൽ നന്നായിട്ട് സോക്ക് ചെയ്ത ശേഷം നമുക്കൊന്ന് കഴുകിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. നമ്മൾ എത്ര ദാലെടുത്തോ അതേ അളവിലാണ് അരി എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ദാലിന് 1/2 കപ്പ് അരി അങ്ങനെയാണ് എടുത്തത്. ഇത് സോന മസൂരി റൈസാണ്. എപ്പോഴും വൈറ്റ് റൈസാണ് കിച്ചടിക്ക് നല്ലത്. കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുക്കർ നന്നായി ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ നെയ്യും ഉപയോഗിക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടി തുടങ്ങിയ ശേഷം അതിലേക്ക് കറുവാപ്പട്ടയുടെ ഇല, ബേ ലീഫ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അത് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പച്ചക്കറിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പച്ചക്കറി വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത്രയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. തക്കാളി ഒന്ന് ഫ്രൈ ആയ ശേഷം നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. നമ്മൾ മസാലയായിട്ട് ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ഒരു മസാല ഉപയോഗിക്കുന്നില്ല. എരിവിന് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളക് മാത്രമാണ്. പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായി വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് ദാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച ദാല് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് അരിയാണ്. കഴുകി വെച്ച അരി അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി അധികം എരിവില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് കൂടുതലോ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ചെറിയ കുട്ടികൾക്ക്, അതായത് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. കാരണം ദാലും റൈസും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടോന്ന് നന്നായിട്ട് വേവിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൽ മിക്സഡ് ദാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് സാധാ പരിപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരിയും ദാലൊക്കെ നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. നമ്മളിപ്പോൾ വെജിറ്റബിൾസും ദാലും ഒക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം ഇത് കുഴഞ്ഞ പരുവത്തിലാണ് കിച്ചടി ഉണ്ടാവുക. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയല്ല ഉണ്ടാവുക, നന്നായിട്ട് കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇത് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 3-4 വിസിൽ നമുക്ക് ഓഫ് ചെയ്യാം. കുക്കർ ഇപ്പോൾ ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ പോയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു ബിരിയാണിയുടെ ലുക്കൊക്കെ ആണെങ്കിലും ഇത് ഇങ്ങനെയല്ല നമ്മൾ കഴിക്കുക. ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നല്ല വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം നന്നായിട്ട്. ദാലും റൈസും പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ല കുഴഞ്ഞ പരുവത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ദാൽ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യാം. തൈര് കൊണ്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്